ഹിജാബ് മര്യാദക്ക് ധരിക്കാത്തവർക്കാണ് ഈ വീഡിയോ. ഇറ്റ്സ് ജസ്റ്റ് ആൻ അഡ്വൈസ് ഫ്രം എ സിസ്റ്റർ ടു അനദർ സിസ്റ്റർ. നിങ്ങൾ ഓരോ മുടി കാണിക്കുമ്പോഴും ഏഞ്ചൽസ് അത് റെക്കോർഡ് ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കവർ ചെയ്യാൻ പറഞ്ഞ മുടി ഓരോരുത്തർ കാണുമ്പോൾ അത് ഏഞ്ചൽസ് റെക്കോർഡ് ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിങ്ങൾ ആ മുടി മറക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഷൈൻ ലൈക്ക് എ ലൈറ്റ് ഓൺ ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്. ആരാ ആരാ അത്? സത്യത്തിൽ വിശ്വാസം ഒരു ചോയ്സ് ആയിരിക്കണം. ഈ വിശ്വാസം, ഇവരുടെ വസ്ത്രം, ഹിജാബ്, അത് അവരുടെ ചോയ്സ് അല്ല, അടിച്ചേൽപ്പിക്കപ്പെട്ട വസ്ത്രമാണ്. മതം അടിച്ചേൽപ്പിച്ചതുപോലെ തന്നെ ഒരു അടിച്ചേൽപ്പിക്കൽ മാത്രമാണ്. എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഒരാളുടെ ചോയ്സ് ആണെന്ന് പറയും. നല്ല കാര്യം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾ ആരാണ് എന്നറിയേണ്ടത് നമ്മുടെ ഒരു അവകാശമല്ലേ? നിങ്ങൾ ഒരു ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, എന്തിലോ യാത്ര ചെയ്യുന്നു. നമ്മുടെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നു ഹിജാബ് ധരിച്ചിട്ട്. ആ ആളുടെ കുടുംബ പുരാണം മുഴുവൻ നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ അതാരാണ് എന്ന് അറിയേണ്ടത് നമ്മുടെ അവകാശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിനോട് പലർക്കും എതിരഭിപ്രായം ഉണ്ടാവും. കാരണം ഈ ഹിജാബ് ധരിച്ചിട്ട് പല സ്ഥലങ്ങളിലും പലപ്പോഴും നടന്നിട്ടുണ്ട് മോഷണം, കിഡ്നാപ്പ്, കൊലപാതകങ്ങൾ. അങ്ങനെ ഹിജാബ് ധരിച്ച ഒരു രൂപം നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും അത് ഒരു സ്ത്രീയാണ് എന്നുള്ളത്. പറയാൻ പറ്റുമോ? ഇതൊരു മുടി കാണരുത്, നഖം കാണരുത്, വിരലുകൾ കാണരുത് എന്നൊക്കെ പറയുന്നത് ദൈവവിശ്വാസവും മതവിശ്വാസമൊക്കെ നല്ലതാണ് ഒരു പരിധിവരെയൊക്കെ. അത് വേണ്ടവർക്ക് കേട്ടോ, എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എക്സ്ട്രീമായിട്ട് പോകുന്ന സാധനമില്ലേ, അതാണ് തീവ്രവാദം.